സാമൂഹിക മാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിച്ചതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കി. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക്കാണ് മരിച്ചത്. ദീപക് ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം കാട്ടിയെന്നായിരുന്നു യുവതിയുടെ ആരോപണം. തിരക്കുള്ള ബസ്സിൽ വെച്ച് യുവതി ചിത്രീകരിച്ച വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് ദീപക് ആത്മഹത്യ ചെയ്തത്. വസ്തുതാവിരുദ്ധമായ പ്രചാരണമാണ് യുവതി സാമൂഹിക മാധ്യമങ്ങളിൽ നടത്തിയതെന്നും ദീപക് കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നുവെന്നും. ഈ വീഡിയോയിൽ എവിടെയാണ് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. ഈ വീഡിയോയിൽ എവിടെയാണ് മോശമായിട്ട് പെരുമാറുന്നത് എനിക്കറിയത്തില്ല. നമ്മളൊരാൾ നമ്മളോട് മോശമായിട്ട് പെരുമാറിയാൽ നമ്മൾ കൂടുതലും എന്ത് ചെയ്യും, അവരിൽ നിന്ന് അകന്ന് നിൽക്കാൻ വേണ്ടി ശ്രമിക്കും, ഇല്ലേ? ഇപ്പം നിങ്ങളൊരു മോശം ടച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ മോശം ടച്ച് നിങ്ങൾ അകന്ന് നിൽക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പ്രതികരിക്കും, ഇല്ലേ? പക്ഷെ നിങ്ങൾ കൂടുതലും എന്താണ് ചെയ്തത്, അവരോട് മാക്സിമം ചേർന്ന് നിൽക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ മാറി നിൽക്കാൻ ശ്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ പ്രതികരിക്കാൻ ശ്രമിച്ചിട്ടില്ല. ആ പറയുന്നൊരു വ്യക്തി നിരപരാധിയാണെങ്കിൽ ഇത്രയധികം ജനങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുന്നത് വളരെയധികം മോശമായിട്ടുള്ള കാര്യമല്ലേ? സ്ത്രീകളിൽ തീർച്ചയായിട്ടും ഒരുപാട് സ്ഥലങ്ങളിൽ മോശമായിട്ടുള്ള അനുഭവങ്ങൾ നേരിടാറുണ്ട്. ട്രെയിനിലായിക്കോട്ടെ, ബസ്സിലായിക്കോട്ടെ, മറ്റു സ്ഥലങ്ങളിലായിക്കോട്ടെ. അപ്പോൾ ഒരു സ്ത്രീക്ക് പ്രതികരിക്കണമെന്ന് തോന്നിയാലും നമ്മളൊരു പ്രതികരിക്കുമ്പോൾ എത്ര ആൾക്കാർ വിശ്വസിക്കും? അപ്പോൾ ദയവ് ചെയ്ത് ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പോലും പല ആൾക്കാരും വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലേക്ക് അത് പോകും.